വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തവനൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ഈ വിനീതൻ ജനവിധി തേടുകയാണ്. ഒരുപാട് വികസന പദ്ധതികൾ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ നമ്മളുടെ നിയോജക മണ്ഡലത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. UDFന്റെ ആളുകൾ ചോദിക്കുന്നത് എന്ത് വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പിലായത് എന്നാണ്. നമ്മളുടെ മണ്ഡലത്തിലെ മുഴുവൻ PWD റോഡുകളും റബ്ബറൈസ് ചെയ്ത് ഗതാഗതം സുഗമമാക്കാൻ നമുക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ് അവർക്ക് മനസ്സിലാകാത്തത്? നമ്മൾ ഉണ്ടാക്കിയ നല്ല റോഡിലൂടെ യാത്ര ചെയ്തു വന്ന് എന്ത് വികസനമാണ് ഇവിടെയെന്ന് ചോദിച്ചാൽ നാട്ടുകാർ അവരെ സംബന്ധിച്ച് എന്ത് വിചാരിക്കും എന്നെങ്കിലും അവരോർക്കണ്ടേ. 64 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് തിരൂർ പുഴക്ക് കുറുകെ നായർത്തോട് പാലം എന്ന മനോഹരമായ ബ്രിഡ്ജ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച നികത്തിയോ എന്നാണല്ലോ ചോദിക്കുന്നത്. നികത്തി എന്നാണ് ഉത്തരം. സംശയമുണ്ടെങ്കിൽ ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മുകളിൽ ചെന്ന് നിന്ന് താഴേക്കൊന്ന് നോക്കണം. 1 കിലോമീറ്റർ ദൂരത്തിൽ ഭാരതപ്പുഴക്ക് കുറുകെ സ്റ്റീൽ ഷീറ്റ് 9 മീറ്റർ നീളമുള്ള സ്റ്റീൽ ഷീറ്റുകൾ അടിച്ചിറക്കി അതിന്റെ 1/2 മീറ്റർ ഭാഗം മുകളിൽ പൊങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ പൊങ്ങി നിൽക്കുന്ന സ്റ്റീൽ ഷീറ്റുകളുടെ ഇരുഭാഗത്തും കോൺക്രീറ്റിന്റെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴവെള്ളം ഏറ്റവും കുറഞ്ഞ സാഹചര്യത്തിൽ മാത്രമാണ് ആ പ്രവൃത്തി ചെയ്യാൻ കഴിയുക എന്നുള്ളത് കൊണ്ടാണ് അത് ഇത്രയും നീണ്ടുപോയത്. 30 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി അനുവദിച്ചത്. UDF ഭരിച്ച 2011 മുതൽ 16 വരെയുള്ള കാലയളവിൽ ഒരു നയാ പൈസ പോലും ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച നികത്തുന്നതിന് അനുവദിച്ചിരുന്നില്ല. ചോർച്ച വന്നത് അഴിമതി കൊണ്ടാണ് എന്നാണ് UDFകാർ പറയുന്നത്. എങ്കിൽ ആ അഴിമതിയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കേണ്ട പ്രതി അന്നത്തെ VS സർക്കാരിലെ ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്ന ഇന്ന് UDFന്റെ സമുന്നതനായ നേതാവ് NK പ്രേമചന്ദ്രനാണ് എന്നുള്ളത് അവര് വിസ്മരിക്കരുത്. ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ കാര്യത്തിൽ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ആധികാരികമായി പറയേണ്ടയാൾ ഇപ്പോൾ UDF പക്ഷത്താണ് ഉള്ളത്. അദ്ദേഹം അത് പറയുമോ? ചമ്രവട്ടം തിരൂർ റോഡ് റബ്ബറൈസ് ചെയ്ത് മനോഹരമാക്കിയത് ആരാണ്? ഇനി ബാക്കി ഭാഗവും 5 കോടി രൂപ ചെലവിട്ടുകൊണ്ട് അതിന്റെ പ്രവൃത്തി നടക്കാൻ വേണ്ടി പോകുന്നു. ചമ്രവട്ടം കാവിലക്കാട് റോഡ് ഇപ്പോൾ തന്നെ അത് സുഗമമാണ്. എന്നാലും 5 വർഷം കഴിഞ്ഞു. പുതിയ റബ്ബറൈസ് ചെയ്യുന്ന പ്രവൃത്തി അതിന്റെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലത്തിയൂര് പുറത്തൂർ റോഡും ആലത്തിയൂര് കൊടക്കൽ റോഡും അതിന്റെയും ഡ്രൈനേജിന്റെ വർക്കുകൾ നടന്നു വരികയാണ്. പ്രാരംഭഘട്ടത്തിൽ അതാണ് നടക്കുക. വല്ലാതെ അതൊന്നും തകർന്ന് നിലംപരിശായിട്ടൊന്നുമില്ല. പക്ഷെ 5 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വീണ്ടും റബ്ബറൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മളുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ റോഡുകളും, അന്നശ്ശേരി പൂക്കൈത റോഡ് എങ്ങനെ കിടന്നിരുന്ന റോഡായിരുന്നു, അത് റബ്ബറൈസ് ചെയ്തില്ലേ നമ്മൾ? ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് PSC പരീക്ഷ എഴുതാൻ സർക്കാരിന്റെ ഒരു മൈനോറിറ്റി കോച്ചിങ് സെന്റർ ആലത്തിയൂരിൽ തുടങ്ങിയത് ആരാണ്?
ആലത്തിയൂരിലെ ആ സെന്ററിൽ നിന്ന് പഠനം നടത്തി പരിശീലനം നേടി PSCയിൽ ഉന്നത റാങ്ക് നേടി സർക്കാർ ഉദ്യോഗത്തിൽ വന്ന എത്ര പേരുണ്ട് നമ്മളുടെ ഈ മേഖലയിൽ? ഇതൊന്നും നേട്ടമല്ലേ? ഈ പഞ്ചായത്തിൽ ആകെയുള്ള 2 ഗവൺമെന്റ് സ്കൂളുകളാണ്. ഒന്ന് ചമ്രവട്ടത്തെ ഗവൺമെന്റ് LP സ്കൂളും ഒന്ന് ചമ്രവട്ടത്തെ ഗവൺമെന്റ് UP സ്കൂളും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ ഗവൺമെന്റ് LP സ്കൂള് ചമ്രവട്ടത്തിനടുത്ത്, ചമ്രവട്ടം പാലത്തിന്റെ അടുത്തായിട്ട് പ്രവർത്തിക്കുന്ന LP സ്കൂള് ഒരാട്ടിൻകൂട് പോലെയല്ലേ പ്രവർത്തിച്ചിരുന്നത്? ഒരു തൊഴുത്ത് പോലും അത്ര ശോച്യമായിട്ടുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ പോയി നോക്ക്, അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും ചുറ്റുമതിലും എല്ലാം ആയി കഴിഞ്ഞു. ചമ്രവട്ടം ഗവൺമെന്റ് UP സ്കൂളിന് 1.5 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് പുതിയ കെട്ടിടം അവിടെ നിർമ്മിച്ചത്. നമ്മളുടെ സമീപത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് പുറത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ 10 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. 10 കോടി രൂപ. ഗവൺമെന്റ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ തുടങ്ങിയത് എപ്പോഴാണ്? നമ്മളൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവരാണ്, എയ്ഡഡ് സ്കൂളിൽ പഠിച്ചവരാണ്. അന്നൊന്നും ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ ഉണ്ടായിരുന്നില്ല, മലയാളം മീഡിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ സ്കൂളുകളിലും. ഇന്ന് അങ്ങനെയാണോ? എല്ലാ ഗവൺമെന്റ് LP UP സ്കൂളുകളിലും ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകളായില്ലേ? നമ്മളുടെ കുട്ടികൾ, നമ്മളുടെ പേരക്കുട്ടികൾ ആ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകളിലാണ് 1 രൂപ പോലും ഫീസ് കൊടുക്കാതെ പഠിക്കുന്നത്. നായർത്തോട് പാലത്തിന് മാത്രമല്ല 64 കോടി രൂപ ചെലവായത്. കൂട്ടായി റെഗുലേറ്റർ, ലോക്കം റെഗുലേറ്റർ, അതിനുവേണ്ടിയും 30 കോടി രൂപ സർക്കാർ അനുവദിച്ചു. അതിന്റെ പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് കോൺഗ്രസുകാരും ലീഗുകാരും പറയുന്നത് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ സൗകര്യമില്ല എന്ന്. ഒരു പാലത്തിന്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, 30 കോടി രൂപയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനം ജനങ്ങൾക്ക് നടന്നു പോകാൻ, മോട്ടോർ സൈക്കിളുകൾക്ക് പോകാൻ ഒരുക്കി കൊടുത്തു. അത് വിസ്മരിച്ചുകൊണ്ടാണ് സൗകര്യമൊരുക്കിയിട്ടില്ല എന്ന് അവരാക്രോശിക്കുന്നത്. പടിഞ്ഞാറേക്കരയിലേക്ക് നിങ്ങൾ പോയി നോക്കിയിട്ടില്ലേ? പണ്ടൊക്കെ പടിഞ്ഞാറേക്കരയിൽ എത്തണമെങ്കിൽ എത്ര സമയമെടുത്തിരുന്നു? പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നില്ല. ഇന്ന് എയർപോർട്ടിലോ മറ്റോ എത്തിയ പ്രതീതിയല്ലേ ആ റൂട്ടിലൂടെ പോകുമ്പോ? ആശാമ്പടി മുതൽ പടിഞ്ഞാറേക്കര വരെ വീതി കൂട്ടി റബ്ബറൈസ് ചെയ്തില്ലേ? 51 കോടി രൂപയാണ് അതിനുവേണ്ടി സർക്കാർ ചെലവിട്ടത്.